السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. നമ്മൾ നഹ്വിലെ വളരെ സുപ്രധാനമായ മറ്റൊരു ഭാഗമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചർച്ചാ വിഷയം അൽ ഫിഅലുൽ മുഅത്തല്ലു വ അഹ്കാമുഹു എന്നാണ്. മുഅത്തല്ലായ ഫിഅലും അതിൻ്റെ ഹുക്കുമുകളുമാണ്. നമ്മൾ 1 മുതൽ 3 വരെ പഠിച്ച നഹ്വിൽ പഠിക്കുന്നതിനിടയിൽ എന്താണ് മുഅത്തല്ലായ ഫിഅല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുഅത്തല്ല ഫിഅലുകൾ 2 വിധമാണ്, മുഅത്തല്ലും ഉണ്ട്, സ്വഹീഹും ഉണ്ട്. എന്താ രണ്ടും തമ്മിലുള്ള മാറ്റം? മുഅത്തല്ല് എന്ന് പറഞ്ഞാൽ അതിൽ ഫാ ഫീലോ ഐൻ ഫീലോ ലാമു ഫീലോ ഏതെങ്കിലും ഒന്ന് ചുരുങ്ങിയത് ഇല്ലത്തിൻ്റെ അക്ഷരമായിരിക്കും. അതായത് ഫാ ഫീല്, ഐൻ ഫീല്, ലാമു ഫീല് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലത്തിൻ്റെ അക്ഷരമായ അലിഫ്, വാവ്, യാ എന്നിവയിൽപ്പെട്ട് ഏതെങ്കിലും ഒന്നായാൽ അതിന് മുഅത്തല്ല് എന്നാണ് പറയുക. അതല്ലാത്തതൊക്കെ സ്വഹീഹാണ്. മുഅത്തല്ലിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അത് 5 ഇനങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? 1 മിസാല്, 2 അജ്വഫ്, 3 നാഖിസ്, 4 ലഫീഫ് മക്റൂന്, 5 ലഫീഫ് മഫ്റൂഖ്. എന്താണ് ഓരോന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും നമ്മൾ മുമ്പ് പഠിച്ചതാണ്. എന്തൊക്കെയായിരുന്നു? മിസാല് എന്ന് പറഞ്ഞാൽ ഫാ ഫീൽ ഇല്ലത്തിൻ്റെ അക്ഷരം, അജ്വഫ് എന്ന് പറഞ്ഞാൽ ഐൻ ഫീൽ ഇല്ലത്തിൻ്റെ അക്ഷരം, നാഖിസ് എന്ന് പറഞ്ഞാൽ ലാം ഫീൽ ഇല്ലത്തിൻ്റെ അക്ഷരം, ലഫീഫ് മക്റൂന് എന്ന് പറഞ്ഞാൽ ലഫീഫ് മക്റൂന് എന്ന് പറഞ്ഞാൽ ഐൻ ഫീലും ലാം ഫീലും ഇല്ലത്തിൻ്റെ അക്ഷരം, ലഫീഫ് മഫ്റൂഖ് എന്ന് പറഞ്ഞാൽ ഫാ ഫീലും ലാം ഫീലും ഇല്ലത്തിൻ്റെ അക്ഷരം. ഇവിടെ ഈ വർഷം നമ്മൾ പഠിക്കുന്നത് എന്താണ്? മുഅത്തല്ലായ ഫിഅലുകൾ എന്നല്ല, അത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഈ വർഷം നമ്മൾ പഠിക്കുന്നത് മുഅത്തല്ലായ ഫിഅലുകൾക്കുള്ള ചില പ്രത്യേകമായ ഹുക്കുമുകളാണ്. അപ്പോൾ മിസാലുമായി ബന്ധപ്പെട്ട് പുതിയ ഹുക്കുമ് നമ്മൾ പഠിക്കുന്നുണ്ട്. അജ്വഫായ ഫീലുകൾക്ക് മാത്രം കാണപ്പെടുന്ന ചില പ്രത്യേകമായ ഹുക്കുമുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നാഖിസായ ഫീലുകൾക്കും പ്രത്യേകമായ ചില ഹുക്കുമുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ 3 ബാബുകളായിട്ടാണ് നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ചർച്ചാ വിഷയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അൽ ഫിഅലുൽ മുഅത്തല്ലു വ അഹ്കാമുഹു എന്നാണ്. മുഅത്തല്ലായ ഫീലുകളുടെ ഹുക്കുമുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 3 സബ് ഹെഡിങ്ങുകൾ താഴെ വരുന്നുണ്ട്. മിസാലുമായി ബന്ധപ്പെട്ടത്, അജ്വഫുമായി ബന്ധപ്പെട്ടത്, നാഖിസുമായി ബന്ധപ്പെട്ടത്. വളരെ സുപ്രധാനമായ ഏരിയയാണ്. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഇതിലുണ്ടാവണമെന്ന് ആമുഖമായി നിങ്ങൾ ഉണർത്താണ്. നമ്മുടെ ആദ്യത്തെ ചർച്ചാ വിഷയം മിസാലിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് മിസാൽ എന്ന് നമുക്കറിയാം. എന്തായിരുന്നു മിസാൽ എന്ന് പറഞ്ഞാൽ ഫാ ഫിഅല് ഇല്ലത്തിൻ്റെ അക്ഷരമായാൽ ആ ഫിഅലുകളെ പറ്റിയാണ് നമ്മൾ എന്ത് പറയാ? മിസാൽ എന്ന് പറയാ. അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ് അല്ലേ? മിസാൽ എന്ന് പറഞ്ഞാൽ ഫാ ഫിഅല് ഇല്ലത്തിൻ്റെ അക്ഷരമായാൽ അതിൻ്റെ പേരാണ് മിസാൽ എന്നുള്ളത്. പിന്നെ മിസാലിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. മിസാൽ എത്ര വിധം ഉണ്ടായിരുന്നു? 2 വിധം ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയായിരുന്നു 2 വിധങ്ങൾ? മിസാല് വാവി ഉണ്ട്, അതുപോലെ മിസാല് യാഇ ഉണ്ട്. മിസാല് വാവി എന്ന് പറഞ്ഞാൽ ഫാഫീൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ വഅദ പോലെ ഇവിടെ വാവായിരിക്കും. യാഇ എന്ന് പറഞ്ഞാലോ എബിസ പോലെ. എന്താ എബിസിൻ്റെ പ്രത്യേകത? തുടക്കത്തിൽ യാ ആണ്. അപ്പോൾ അതിന് 2 വിധങ്ങളുണ്ട്. ഏതൊക്കെയാണ് 2 വിധങ്ങൾ? വാവിയുണ്ട്, അതുപോലെ യാഇയുണ്ട്. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. നമ്മുടെ ചർച്ചാ വിഷയം ഒന്നല്ല. മിസാല് യാഇ ആകുമ്പോൾ നമുക്ക് അതിന് പ്രത്യേകമായ മാറ്റങ്ങളൊന്നും നമുക്ക് പറയാനില്ല. സാധാരണ സ്വഹീയായ ഫീലുകൾ പോലെ തന്നെയാണ് ഏറെക്കുറെ. യാഇ, യബിസ, യൈബസു എന്നൊക്കെ തന്നെയാണ് പറയാറ്. നേരെ മറിച്ച് മിസാല് വാവിയാകുമ്പോഴാണ് നമ്മുടെ ചർച്ച നടക്കുന്നത്. അവിടെയാണ് ഒരു പ്രത്യേകമായ ഹുക്കുമുള്ളത്. മിസാല് വാവിയിൽ, മിസാല് വാവിയെ പറ്റി പറയുമ്പോൾ, മിസാല് വാവിയിൽ നമ്മൾ പറഞ്ഞു, മിസാല് യാഇനെ പറ്റി നമ്മൾ കൂടുതലായി ചർച്ച ചെയ്യുന്നില്ല. കാരണം അത് ഏറെക്കുറെ സ്വഹീയായ ഫീലുകളെ പോലെ തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ യാഇനെ കുറിച്ച് ചർച്ച ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം മിസാല് വാവിയെ കുറിച്ചാണ്. വാവിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മിസാല് വാവി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായല്ലോ? ഫാഫിയിൽ ഇല്ലത്തിൻ്റെ അക്ഷരമായത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ബാബുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിന് ഇവിടുത്തെ പ്രത്യേകമായ ഹുക്കും എന്ന് പറഞ്ഞാൽ മിസാല് വാവിയിൽ ചിലപ്പോൾ മുലാരിയിലും അംറിലും ഫാ ഫീൽ കളയപ്പെടാറുണ്ട്. ഇവിടുത്തെ മിസാലിൻ്റെ പ്രത്യേകമായ ഹുക്കും അതാണ്. മിസാല് വാവിയുണ്ട്, യാഇയുണ്ട്. പക്ഷേ മിസാല് വാവിയിൽ ഒരു പ്രത്യേകമായൊരു ഹുക്കും നടക്കുന്നുണ്ട്. അതായത് മിസാല് വാവിയിൽ ചിലപ്പോൾ ഫാ ഫീൽ കളയപ്പെടാറുണ്ട്. എന്താ പറഞ്ഞത്? മിസാല് യാഇയിലല്ല, മിസാല് വാവിയിൽ ചിലപ്പോൾ ഫാ ഫീല് കളയപ്പെടാറുണ്ട്. എപ്പോഴാണ് മിസാല് വാവിയിൽ ഫാ ഫീല് കളയപ്പെടാറ്? അപ്പോൾ അതിന് നമ്മൾ കണ്ടീഷൻ പറയുന്നുണ്ട്. എപ്പോഴും നമുക്ക് കളയാൻ പറ്റൂല. മിസാല് വാവിയിൽ നിന്ന് ശ്രദ്ധിക്കണേ,
മിസാല് വാവിയിൽ നിന്ന് ചിലപ്പോൾ ഫാ ഫീല് കളയപ്പെടാറുണ്ട്. അത് എപ്പോഴാണ് കളയപ്പെടുന്നത്? അത് നമുക്കൊന്ന് വിശദീകരിക്കാം അല്ലേ? തോന്നിയമാർക്ക് നമുക്ക് കളയാൻ പറ്റൂല. മിസാല് വാവിയിൽ നിന്ന് എപ്പോഴാണ് ഫാ ഫീല് കളയപ്പെടുന്നത്? അപ്പൊ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, അയ്യക്കൂന മാലിഹി ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? യക്കൂനു മാലിഹി സുലാസിയൻ മുജറദൻ. അപ്പൊ നമ്മുടെ ചർച്ചാ വിഷയം സുലാസി മുജറദ് ആകുമ്പോഴാണ്, എപ്പോഴും അല്ല, ശ്രദ്ധിക്കണം, മിസാല് വാവിയിൽ നിന്ന് ചിലപ്പോൾ ഫാ ഫിഅല് കളയപ്പെടും. എപ്പോഴാണ് കളയപ്പെടുക? അതിന് കുറച്ച് ഷർത്തുകളുണ്ട്. ഒന്ന്, അതിൻ്റെ മാലി സുലാസി മുജറദ് ആവണം. അപ്പൊ ഇനി മാലി സുലാസി മസീദ് ഫി ആണെങ്കിൽ, ഇപ്പൊ ഉദാഹരണം ഔസല അല്ലെ, ഔസല അത് മിസാല് വാവിയാണ്. പക്ഷേ ഈ ഔസല എന്നത് സുലാസി മുജറദാണോ? അല്ല, സുലാസി മസീദ് ഫി ആണ്. അപ്പൊ അതിൽ നിന്ന് ഫാഫിൽ ഒരിക്കലും കളയപ്പെടൂല. നമ്മൾ ഫാഫിൽ കളയപ്പെടും എന്ന് പറഞ്ഞത് അതിന് കണ്ടീഷൻ ഉണ്ട്. എന്താ ഒന്നാമത്തെ കണ്ടീഷൻ? അതിനെ മാലി സുലാസി മുജറദ് ആവണം. രണ്ടാമത്തെ കണ്ടീഷൻ അൻ തക്കൂന ഐനുൽ മുലാരിഹി മക്സൂറത്തൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? അൻ തക്കൂന ഐനുൽ മുലാരി മക്സൂറത്തൻ. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ മുലാരിയിലെ ഐന് ഫീലിന് കെസറാവണം. അപ്പൊ ഇനി ഒരു മിസാല് വാവിയെ അതിന്റെ മുലാരിന്റെ ഐന് ഫീലിന് ഫതഹോ ലൊമ്മാണെങ്കിലോ അതിന് ഫാഫീൽ കളയപ്പെടും. നമ്മൾ ഉദാഹരണം വിശദീകരിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഷർത്ത് എന്ന് പറയാൻ മാത്രമല്ല, അതായത് മൂന്നാമത്തെ ഷർത്ത് എന്തായിരിക്കും? ഇത് കളയപ്പെടുന്നത്, അത് ഷർത്തായി എണ്ണേണ്ടതില്ല, നമുക്ക് എന്ത് ചെയ്യണം, എവിടെയാണ് കളയപ്പെടുക എന്നുള്ളതാണ്. അപ്പോ എല്ലായിടത്തും കളയാൻ പറ്റൂല. എവിടെ നമ്മൾ കളയപ്പെടുക? ഫിൽ മുദാരി വൽ അംരി. ഓക്കെ, ഫിൽ മുദാരി വൽ അംരി ഇന്നമാ തുഹ്ദഫുൽ ഫാഉ ഫിൽ മുദാരി വൽ അംരി. അപ്പോൾ നമ്മളൊന്ന് ഉദാഹരണ സഹിതം വിശദീകരിക്കാൻ പോവാണ്. 3 കണ്ടീഷൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ ചർച്ചാ വിഷയം നിങ്ങൾക്ക് മനസ്സിലായി. മിസാല് എന്ന് പറഞ്ഞ മിസാല് 2 വിധമുണ്ട്. വാവിയുണ്ട്, യാഇയുണ്ട്. യാഇന് നമ്മൾ പറയുന്ന ഹുക്മ് യാഇന് തീരെ ബാധകമല്ല, വാവിയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. മിസാല് വാവിയിലെ അയ്യക്കൂന മാലിഹി സുലാസിയ മുജർ എപ്പോഴാണ് ഫാഫിൽ കളയപ്പെടുന്നത് എന്നാണ് ചർച്ച ചെയ്യുന്നത്. മിസാല് വാവിന്റെ ഫാഫിൽ ചിലപ്പോൾ കളയപ്പെടും. എപ്പോഴാണ് കളയപ്പെടുന്നത്? അതാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. ആ കളയപ്പെടണമെന്നുണ്ടെങ്കിൽ 3 കണ്ടീഷനാണുള്ളത്. ഒന്നാമത്തെ കണ്ടീഷൻ അയ്യക്കൂന മാലിഹി സുലാസിയൻ മുജറദൻ, മാലി സുലാസി മുജറദായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ അൻ തക്കൂന ഐനുൽ മുലാരി മക്സൂറത്തൻ, മുലാരിയിലെ ഐനു ഫിലിന് കസ്റായിരിക്കണം. മൂന്നാമത്തേത് ഒരു ഷർത്തല്ലെങ്കിലും എവിടെയാണ് കളയപ്പെടുന്നത്? മുലാരിയിലും അംറിലും മാത്രമാണ്. നമ്മളൊന്ന് ഒരു ഉദാഹരണം പറയാം. അപ്പോ ഈ കണ്ടീഷനൊക്കെ ഒത്തതിനൊരു ഉദാഹരണം പറയാം. ആദ്യം വസല യസിലു സിൽ. ഈ വസല യസിലു സിൽ എന്നുള്ള ഉദാഹരണത്തിലേക്ക് നിങ്ങൾ ഒന്ന് നിങ്ങളുടെ കണ്ണ് തുറപ്പിച്ചു നോക്കൂ. എന്തതിന്റെ പ്രത്യേകത? വസല മിസാല് വാവിയാണ്, ആ കണ്ടീഷൻ ഒത്തിട്ടുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? യകുന മാലിഹി സുലാസിയ മുജറദൻ. വസല മാലി സുലാസി മുജറദ് അല്ലേ? ആണ്. അടുത്ത കണ്ടീഷൻ എന്തായിരുന്നു? അൻ തക്കൂന ഐനുൽ മുലാരി മക്സൂറത്തൻ, മുലാരിന്റെ ഐന് ഫിലിന് കസ്റാവണം. ആണല്ലോ. യസിലു എന്താണ്? യസിലു. അപ്പൊ അവിടെ ആ കണ്ടീഷൻ ഒത്തിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ കണ്ടീഷൻ ഒത്തു വന്നാൽ മിസാലി വാവിയാവുകയും അതിന്റെ മാദി സുലാസി മുജറദ് ആവുകയും അതിന്റെ മുലാരിന്റെ ഐന് ഫിൽ കസ്റാവുകയും ചെയ്താൽ, ഈ 3 കണ്ടീഷൻ ഒത്തുവന്നാൽ തുഹ്ദഫുൽ ഫാഉ ഫിൽ മുലാരി വൽ അംരി, മുലാരിയിലും അംറിലും ഫാഫിൽ കളയപ്പെടും. യസിലു എന്നുള്ളിടത്ത് ഫാഫിലായ ആ വാവ് കാണാനില്ല. സിൽ എന്ന അംറെടുത്തപ്പോഴും ആ വാവ് ഫാഫിലായ വാവ് കാണാനില്ല. കാരണം മിസാല് വാവിയായാൽ അതിന്റെ മാദി സുലാസി മുജറദായാൽ അതിന്റെ മുലാരിന്റെ ഐന് ഫിൽ കസ്റായി കഴിഞ്ഞാൽ, 3 കണ്ടീഷൻസ് ഒത്തു കഴിഞ്ഞാൽ മുലാരിയിലും അംറിലും ഫാഫിൽ കളയപ്പെടും. നമുക്കിതിന് ഈ കണ്ടീഷൻ ഒക്കാത്തിന് ഉദാഹരണം പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു വ്യക്തത വരും. ഓക്കെ,
ഇത് നമ്മൾ കണ്ടീഷൻ ഒത്തതാണ് കേട്ടോ. മുഴുവൻ കണ്ടീഷൻ ഒത്തിനുള്ള ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി ഒക്കാത്തി നമുക്ക് ഉദാഹരണം പറയാം. എന്താ ഉദാഹരണം? ഔക, ഔക യൂകിഉ, ഔക്യ അല്ലേ? ഔക യൂകിഉ ഔക്യ. ഇപ്പൊ കണ്ടങ്ങള് മുലാരിയിൽ ഫാഫിയിലായ വാവ് കാണുന്നുണ്ട്, അംറിലും കാണുന്നുണ്ട്. എന്തേ കളയാഞ്ഞത്? കളയാതിരിക്കാൻ കാരണം സംഗതി മിസാല് വാവിയൊക്കെ തന്നെയാണ്. പക്ഷെ വിഷയം എന്താ വെച്ചാല് അതിന്റെ മാതി സുലാസി മുജറദല്ല. സുലാസി മുജറദാണ്, സുലാസി മസീദ് ഫി അല്ലേ? ആ കണ്ടീഷൻ ഒത്തില്ല. കണ്ടീഷൻ ഒക്കാത്തത് കൊണ്ട് മുലാരിയിലും അംറിലും നമ്മൾ ഫാഫിലിനെ കളഞ്ഞില്ല. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. മറ്റൊരു ഉദാഹരണം, കണ്ടീഷൻസ് ഒക്കാത്തതിന് മറ്റൊരു ഉദാഹരണം. വജില യൗജലു ഈജൽ. ഈ ഉദാഹരണത്തിൽ എന്താ പ്രശ്നം? സംഗതി ഇത് മിസാല് വാവി കണ്ട, ഇതിന്റെ മുലാരിയിൽ വാവ് കാണുന്നുണ്ട്, അംറിൽ വാവ് കാണുന്നില്ലെങ്കിലും ആ ഈ യാവ് ഇങ്ങ് ചരണ്ടി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഈജൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അസിലി ഇവിജൽ എന്നാണ്. കസറിന് ശേഷം സാക്കിനെ വാവ് വന്നപ്പോൾ വാവിനെ കുറിച്ച് നമ്മൾ യാക്ക് മറിച്ചതാണ് സംഭവം. അവിടെ ഏതായാലും ഫാഫിയിൽ കളയപ്പെട്ടിട്ടില്ല, ഫാഫിയിൽ മറിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ എന്താ ഇവിടെ മുലാരിലും അംറിലും ഫാഫിയിൽ കളയപ്പെടാതിരിക്കാൻ കാരണം? ഇത് മിസാല് വാവിയല്ലേ? ആണ്. അതിന്റെ മാതി സുലാസി മുജറദല്ല, വജില ആണ്. പക്ഷെ അതിന്റെ മുലാരിന്റെ ഐന് ഫീലിന് കസറല്ല, ഫത്ഹാണ്. വജില യൗജലു ജലു ജലു. കണ്ട, മിസാൽ ഐന് ഫീലിന് ഫത്ഹ ആയതുകൊണ്ട് അവിടെ നമ്മൾ കളഞ്ഞില്ല. ഇനി മറ്റൊരു ഉദാഹരണം കൂടി പറയാം. മറ്റൊരു ഉദാഹരണം, വജുഹ വജുഹ യൗജുഹു വജുഹ യൗജുഹു ഈജ. ഓക്കെ, ഇവിടെ അങ്ങനെ തന്നെയാണ്. മുലാരിയിലാക്കണം ഫാഫിൽ കാണുന്നുണ്ട്, അംറിൽ കാണുന്നില്ലെങ്കിലും അത് മറിഞ്ഞു കിടക്കണം. യാവ് ചുരണ്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞു. കാരണം കെസറിന് ശേഷം സാക്കിനെ വാവ് വന്നപ്പോൾ വാവിനെ പിടിച്ച് ആക്കിയതാണ്. എന്തുകൊണ്ട് ഇവിടെ മുലാരിയിലും അംറിലും ഫാഫിൽ കളയപ്പെട്ടില്ല? മിസാല് വാവിയാണല്ലോ, ആണ്. അതിന്റെ മാതി സുലാസി മുജറദല്ലേ, ആണ്. ബട്ട് അതിന്റെ മുലാരിന്റെ ഐന് ഫീലിന് കെസറല്ല, ലൊമ്മാണ്. യൗജുഹു യൗജുഹു. അപ്പൊ അവിടെയും കളഞ്ഞില്ല. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോ ഈ മുലാരിയിൽ നിന്നും അംറിൽ നിന്നും ഫാഫിയിൽ കളയപ്പെടും. മിസാലിന് ശ്രദ്ധിക്കണം, മിസാലിന്റെ മുലാരിയിൽ നിന്നും അംറിൽ നിന്നും ഫാഫിയിൽ കളയപ്പെടും എപ്പോൾ? ഒന്ന്, മിസാല് വാവിയാവണം. രണ്ടാമത്തെ ഷർത്ത് അതിന്റെ മാതി സുലാസി മുജറദായിരിക്കണം. മൂന്നാമത്തെ ഷർത്ത് അതിന്റെ മുലാരിന്റെ ഐന് ഫീലിന് കസറായിരിക്കണം. ഓക്കെ, ഒരു സിമ്പിൾ ഭാഗമാണ്. ഇത്രയുമാണ് മിസാലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹുക്കുമ് പുതിയ ഹുക്കുമായി പറയാനുള്ളത്. കായിദ നോക്കിങ്ങൾ, തുഹദഫു ഫാഉൽ മിസാലി, മിസാലിന്റെ ഫാ കളയപ്പെടും. എപ്പോഴൊക്കെ കളയപ്പെടും? എവിടെ കളയപ്പെടും? ഫിൽ മുലാരി വൽ അംറി, മുലാരിയിലും അംറിലാണ് കളയപ്പെടുക. എപ്പോഴൊക്കെ കളയപ്പെടും നോക്കിങ്ങൾ. കണ്ടീഷൻ ഇത് പരത്തി പറഞ്ഞു കാണും. അൽ മുജറദി, മുജറദായിരിക്കണം അല്ലെ? മറ്റൊന്ന് ഇതാക്കാന വാവിയൻ, വാവിയായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ മക്സൂർ അൽ ഐനിഫിൽ മുലാരി, മുലാരിയിലെ ഐനിഫിലിന് കസറാവണം. അപ്പോൾ ഒരു മിസാല്, ആ മിസാല് മുജറദാവുകയും അതോടൊപ്പം വാവിയാവുകയും ഐനിഫിലിന് മുലാരിയിൽ ഐനിഫിലിന് കസറാവുകയും ചെയ്താൽ ആ ഫിയലിന്റെ മുലാരിയിൽ നിന്നും അംറിൽ നിന്നും ഫാഫിയിൽ കളയപ്പെടുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പോൾ അതിനുള്ള ഉദാഹരണങ്ങളൊക്കെയാണ് നമ്മൾ മുകളിൽ കാണിച്ചത്. അപ്പോൾ വഅദ ഇത് മിസാല് വാവിയാണ്, അതോടൊപ്പം മുജറദാണ്. ഇതിന്റെ മുലാരിയിൽ ഐനിഫിൽ കസറായതുകൊണ്ട് മുലാരിയിൽ നിന്നും അംറിൽ നിന്നും ഫാഫിയിൽ കളയപ്പെട്ടു. വസ്വലയും അതുപോലെ തന്നെയാണ്. യസ്വിലു ഐനിഫിൽ കസറാണ്, അപ്പോൾ അവിടെ മുലാരിയിൽ നിന്നും അംറിൽ നിന്നും ഫാഫിയിൽ കളയപ്പെട്ടു. നേരെ മറിച്ച് വജില യൗജലു, ഇവിടെ വാവ് കളയപ്പെട്ടില്ല. എന്താ കാരണം? ഇവിടെ ഐനിഫിലിന് ഫത്ഹാണ്. യൗജഉ ഇവിടെയും കളയപ്പെട്ടില്ല. കാരണം ഇവിടെ ഐനിഫിലിന് മുലാരിയിൽ ഐനിഫിലിന് ഫത്ഹാണ്. ഓക്കെ, ശുക്രൻ ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.